കൊട്ടാരക്കര ആനക്കോട്ടൂർ സർക്കാർ LP സ്കൂളിൽ സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി പ്രീ സ്കൂൾ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടനുബന്ധിച്ച് സ്കൂൾ വാർഷികാഘോഷവും നടത്തി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂൾ നവീകരിച്ചത്. ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തെ വിവിധ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നൽകി വരുന്നതെന്നും വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാനുഷിക മൂല്യങ്ങൾ ഉൾപ്പെടെ മികച്ച ജീവിത നിലവാരം കൈവരിക്കുന്നതിന് ആവശ്യമായ എല്ലാ അറിവുകളും വിദ്യാലയങ്ങളിലൂടെയാണ് ലഭിക്കുന്നതെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏത് മേഖലയിലും ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കേരളത്തിൻ്റേത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന തുക മികച്ച മൂലധനമായാണ് കണക്കിലാക്കുന്നത്. മികച്ച പഠന ഭൗതിക സാഹചര്യമൊരുക്കി മികവുറ്റ യുവതലമുറ വാർത്തെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യം. കൊട്ടാരക്കരയിൽ മാത്രം 2 കോളേജുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിനായി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ ഒരുക്കി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികളാണ് സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 13,500 സ്കൂളുകളാണ് ഇതുപോലെയുള്ള ഗവൺമെന്റ് പേരുകളായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ത്യ വേറെ സംസ്ഥാനത്ത് ഇത്രയേറെ ആളുകളില്ല. കേരളത്തിൽ ആകെ വിതരണം ചെയ്യുന്ന ശമ്പളത്തിന്റെ 49% അധ്യാപകർക്ക് കൊടുക്കുന്നു. സ്കൂളും കോളേജിലെ നമ്പർ കുറവാണ്. അത്രയും വിപുലമായ ഒരു നിക്ഷേപമാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ളത്. അത് ഹ്യൂമൻ ക്യാപിറ്റൽ. ഈ കുട്ടികൾ നന്നായി വന്നാലേ നല്ല മൂലധനം ആണല്ലോ. ഇതിലാണത് നമ്മുടെ ശക്തി. അപ്പൊ അവരെ പഠിപ്പിക്കാൻ, അത്ര സൗകര്യമുണ്ടാക്കാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ജ്യോതി അധ്യക്ഷയായിരുന്നു. SMC ചെയർമാൻ R ശിവകുമാർ, SSKDPC സജീവ് തോമസ്, പ്രഥമാധ്യാപിക BS ശോഭ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, സ്ഥിരസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.